ഹലോ. അങ്ങനെ ICC T20 വേൾഡ് കപ്പിന് ശേഷം ഒരു മേജർ T20 ടൂർണമെൻ്റ് എന്ന് പറയാവുന്ന ലോകത്താകമാനം വളരെ ശ്രദ്ധയും ആക്ച്വലി കുറേ ഫാൻസ് ഫോളോയിങ് ഉള്ള നമ്മുടെ സ്വന്തം IPL അതിൻ്റെ ഷെഡ്യൂൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പം ഷെഡ്യൂൾ പ്രകാരം മാർച്ച് 28-ന് ഫസ്റ്റ് മാച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഏതൊക്കെ ടീമാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് മാച്ചിൽ നമുക്ക് കാണാം ഓൾവേസ് എപ്പോഴും ലാസ്റ്റ് സീസണിലെ ടൈറ്റിൽ വിന്നർമാരായ ടീമിൻ്റെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഫസ്റ്റ് മാച്ചസ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തവണയും പ്രത്യേകിച്ച് സർപ്രൈസസ് ഒന്നുമില്ല. അപ്പം ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ വിരാട് കോഹ്ലിയുടെ RCB ഇപ്പോൾ ഫസ്റ്റ് ടൈം അവർ കപ്പടിച്ച് ലാസ്റ്റ് സീസണിന് ശേഷം ഈ സീസണിലും വളരെ മികച്ച ഫോമിലേക്ക് വരുമോ എന്ന് നമുക്കറിയാനുള്ള ആദ്യത്തെ ഒരു അവസരം. അപ്പോൾ ഫസ്റ്റ് മാച്ച് RCB വേഴ്സസ് SRH. അപ്പോൾ SRH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് ഇവരുടെ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ് നമുക്ക് ഏറ്റവും ആദ്യം മുന്നിലേക്ക് വരുന്നത് SRH എന്ന് കേൾക്കുമ്പോൾ തന്നെ. അപ്പം ലാസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടതാണ് SRH അവരുടെ ഹോം ഗ്രൗണ്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർലി ഫ്ലാറ്റ് പിച്ചസിലാണ് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മാച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കർണാടക ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുവാണെങ്കിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാനാണ് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 200+ വിക്കറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടുത്തെ ബൗണ്ടറീസ് തീരെ ചെറുതാണ്. ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിന് പവർ പ്ലേയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും ടുവേർഡ്സ് ദി എൻഡ് ദേ വിൽ ബി ഏബിൾ ടു സ്കോർ ബിഗ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 200 ടച്ച് ചെയ്യുന്ന ഒരു ടോട്ടൽ തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പം ലോകകപ്പിൽ ലാസ്റ്റ് മാച്ചിൽ മാത്രം ഫോമിലേക്ക് വരുന്ന അഭിഷേക് ശർമ്മയ്ക്ക് തൻ്റെ T20 ഇന്ത്യൻ T20യിലെ പ്ലേയിങ് 11-ലെ സ്ഥാനം നിലനിർത്തുന്നതിനായിട്ട് വളരെ നിർണായകമായൊരു സീസണാണ് ഈ 2026 IPL എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് മാച്ച് തന്നെ ഫസ്റ്റ് മാച്ച് തന്നെ പുള്ളിക്ക് കിട്ടുമ്പോൾ ഒരു വളരെ മികച്ച പ്രകടനത്തിനായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പം വേൾഡ് കപ്പ് ടീമിൽ നിന്നും മെയിനായിട്ട് പ്രതീക്ഷ വെക്കുന്ന കളിക്കാർ RCB സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേക്കബ് ബദൽ. നമുക്കറിയാം നമ്മൾ ഇന്ത്യ ആയിട്ടുള്ള സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിന് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് ജേക്കബ് ബദൽ കാഴ്ചവെച്ചത്. പിന്നെ ആസ് ഓൾവേസ് നമ്മുടെ കോഹ്ലി, പുള്ളി അടുത്തെങ്കിലും 2020 കളിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാക്ടീസ് സെഷനിലൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന വീഡിയോസിലൊക്കെ നല്ലൊരു ടച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പിന്നെ SRH സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി വീണ്ടും അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, പിന്നെ ഇതുവരെ ഇന്റർനാഷണൽ നിന്ന് റിട്ടയർ ആയി പോയ ഹെൻറിച്ച് ക്ലാസൻ, ഇവരൊക്കെ ഒരു മികച്ച ബാറ്റിംഗ് നിരയാണ് ഹൈദരാബാദിനുള്ളത്. പിന്നെ ഇഷാൻ കിഷൻ, വൺ ഡൗൺ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ തന്നെ ആയിരിക്കും SRH വരിക എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ആ ഒരു പ്ലേയിങ് 11-ലേക്ക്. അപ്പം നോർമലി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവരെല്ലാവരും ഫസ്റ്റ് ഇനിഷ്യലി കുറച്ച് മാച്ചസ് എല്ലാം നല്ലൊരു സ്കോർ കാഴ്ചവെച്ചിട്ട് പിന്നെ ബാക്കിലേക്ക് പോകുന്നു, പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ. അപ്പം പുള്ളി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പം തുടർന്നും അങ്ങനെ തന്നെ പോകുക എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ പ്രകാരം ഫസ്റ്റ് 20 മാച്ചസിൻ്റെ ഷെഡ്യൂളാണ് വന്നിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഇലക്ഷൻ്റെ ഡേറ്റ് എല്ലാം ബേസ് ചെയ്തിട്ട് അവർ ബാക്കി ഷെഡ്യൂൾ അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇലക്ഷൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കും ആശ്വസിക്കാവുന്ന ഒരു വാർത്ത വരും. അപ്പോൾ അതായത് ചിലപ്പം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് CSKയുടെ 1-2 മാച്ചസ് നടക്കാൻ വളരെ ചാൻസസ് കൂടുതലാണ് ഇലക്ഷൻ്റെ കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഞ്ജുവിനെ യെല്ലോ ജേഴ്സിയിൽ അവിടെ കാണാൻ സാധിക്കുകയും CSKയുടെ ഒരു മാച്ചെങ്കിലും നമുക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ലൈവായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.